ഹലോ, എൻ്റെ മുഖത്ത് ഒരു സമയത്ത് കുറേ കുരുക്കളും കുറേ പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത 2 ഹോം റെമഡീസിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ പേര് നീരാഞ്ജന. ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. 2018 ശേഷം നമുക്കറിയാലോ, 2018 ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നു. ആ ഫ്ലഡിന് ശേഷം എൻ്റെ ഫേസിൽ ഒരുപാട് കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. നിറയെ കുരുക്കൾ ഉണ്ടായിരുന്നു അലർജി ആയിട്ട്. ഞാൻ ആദ്യം ചെയ്തത് ആ കുരുക്കൾ മാറാനായിട്ട് പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനായിട്ട് ഞാൻ കോസ്മെറ്റോളജിസ്റ്റിനെയാണ് കണ്ടത്. അതല്ലാണ്ട് ഇന്റേണലി ഞാൻ എൻ്റെ ഹോമിയോ മെഡിസിൻ തന്നെയാണ് എടുത്തത്. എന്നിട്ട് പിന്നെ കുരുക്കൾ മാറിയതിന് ശേഷം പാടുകൾ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോം റെമഡീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ആ 2 പാക്കിൽ ആദ്യത്തെ പാക്കാണ് പൊട്ടറ്റോ ടൊമാറ്റോ വെച്ചിട്ടുള്ളൊരു പാക്ക്. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയൊരു പേസ്റ്റ് വേണം. പിന്നെ അതിലേക്ക് അരിപ്പൊടി, മുൾത്താണിമിട്ടി, കസ്തൂരിമഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് ഇത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളീൻ്റെ നീര് അല്ലെങ്കിൽ തക്കാളീൻ്റെ നീരും വേണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുനാരങ്ങ നീരും വേണം. ഇതെല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ അതൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. എന്നിട്ടും കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ചെറിയൊരു അളവിൽ പാല്, എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് ഒരു പാക്ക്. ഇത് ഞാൻ വൈകുന്നേരമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം കുളിക്കുന്നതിൻ്റെ കുറച്ച് സമയത്തിന് മുന്നെയാണ് ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 20 മിനിറ്റ് കിട്ടാൻ മതി. പിന്നെ നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അധികം സംസാരിക്കണ്ട. കാരണം അരിപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് വലിയും. അപ്പോൾ അത് റിങ്കിൾസ് വരും. അതുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. ഞാൻ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെർമാഡ്യൂ എന്ന് പറഞ്ഞൊരു ഫേസ് വാഷാണ്. അതും എനിക്ക് എൻ്റെ സ്കിൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷായിരുന്നു. രണ്ടാമത്തെ പാക്കാണ് ബീട്രൂട്ടും അരിപ്പൊടിയും പാലും ഇതും മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലിടാം. ഈ 2 പാക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഒരുപാട് കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും റിസൾട്ട് കിട്ടില്ല. നമുക്ക് ആ റിസൾട്ട് കിട്ടാനായിട്ട് ടൈം എടുക്കും. 1 മന്ത് 2 മന്ത് ഒക്കെ എടുത്തുന്നിരിക്കും. പക്ഷെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിന് ഭയങ്കര ഗ്ലോ ആണ്. നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. മന്ത്ലി ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് കാപ്പിപ്പൊടി, അതുപോലെ രക്തചന്ദനം, മഞ്ചിഷ്ട ഇതൊന്നും എൻ്റെ ഫേസിന് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കാപ്പിപ്പൊടീൻ്റെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ ആ കളർ പിടിച്ചിട്ട് ഫേസ് ഒന്ന് ഡള്ളാവുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കാപ്പിപ്പൊടിയുടെ പാക്ക് അല്ലെങ്കിൽ മഞ്ചിഷ്ട അങ്ങനത്തെ പാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ 2 പാക്ക് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി കുറേ പാക്കുകളൊന്നും ഞാൻ മാറി മാറി യൂസ് ചെയ്യാറില്ല. ഫേസിൽ ഏതെങ്കിലും 1 2 മാത്രം. അതാകുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ആദ്യമൊക്കെ ഈ പാക്ക് ഞാൻ ഡെയിലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ നമ്മൾക്ക് സമയമില്ലാത്തത് കൊണ്ടും കുറച്ച് ബിസിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇപ്പോൾ മന്ത്ലി വൺസ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്കധികം യൂസ് ചെയ്യാൻ പറ്റാറില്ല. എന്ന് വെച്ചിട്ട് എൻ്റെ മുഖത്ത് ഇപ്പോൾ കുരുക്കളില്ല, പാടുകളില്ല, കംപ്ലീറ്റ്ലി മാറിയെന്നല്ല. എനിക്കിപ്പോൾ കമ്പാരിറ്റീവ്ലി പണ്ടത്തേക്കാൾ എൻ്റെ ഫേസിൽ പാടുകളൊക്കെ കുറവാണ്. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാക്ക് നല്ലപോലെ മുടങ്ങാണ്ട് കുറേ നാൾ ഇട്ടിരുന്നു ആ സമയത്ത്. പിന്നെ അത് കൂടാണ്ട് ഞാൻ ഇന്റേണലി ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നൈറ്റ് ക്രീം കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്നുണ്ട്. അന്ന് സ്കിൻ ഡോക്ടർ തന്ന നൈറ്റ് ക്രീം തന്നെയാണ് ഇപ്പോഴും ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് സ്റ്റീറോയിഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്രീം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ട്. ഇപ്പോഴും എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് കുരുവൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, കുരുവൊക്കെ വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും പണ്ടത്തെ അത്രയില്ല, അത് ഒരുപാട് ബെറ്റർ ആണ്. അതുകൊണ്ട് ഹോം റെമഡീസ് നമ്മൾ എപ്പോൾ ട്രൈ ചെയ്താലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. കുറച്ച് ടൈം എടുത്താലും റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിന് ഇത് ഭയങ്കര ഗ്ലോ ആണ്. പിന്നെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ സൈനസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം മഞ്ഞളൊക്കെ ലേശം തണുപ്പാണല്ലോ. അത് മാത്രമല്ല പാലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, വലിയ ഇഷ്യൂ ഇല്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നോട് ചോദിക്കാം, ഞാൻ അതിന് റിപ്ലൈ തരാം. അതല്ല എൻ്റെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. താങ്ക്